പോകുന്ന വഴിയാണ് നമ്മുടെ അവിടെ അതാണ് താലൂക്ക് ഹോസ്പിറ്റൽ. ഓക്കെ, പോകുന്ന വഴിയാണ്. എനിക്ക് പേടിയപ്പോൾ അവിടെ ചെന്ന് നോക്കിയാലേ അറിയത്തും. സൺഡേ ആയതുകൊണ്ട് ചിലപ്പം ഷോപ്പൊന്നും ഓപ്പൺ ആവത്തില്ല. ഉച്ചവരെ സാധാരണ കാണുന്ന ഹോഷാന ഞായറാഴ്ചയും കൂടെ അല്ലേ. കിട്ടിയില്ല, ഷോപ്പ് അടച്ചിട്ടേക്കുമായിരുന്നു. ഇത് നമുക്ക് ഈ സൈഡിൽ ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾക്ക് ഇവിടെ കളിക്കാനൊന്നും പിള്ളേർക്ക് കളിക്കാൻ സ്ഥലമില്ല. വീട് കണ്ടോ, ഇങ്ങനെ എല്ലാം കാടാണ്. അപ്പം നമ്മുടെ 2-3 വീട്ടുകാരെല്ലാം കൂടി തീരുമാനിച്ച്, പിള്ളേരൊരു 8 പിള്ളേരുണ്ട്. അവർക്കെല്ലാവർക്കും കൂടി ഒരു പറമ്പിങ്ങനെ വൃത്തിയാക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 2-3 വീട്ടുകാരെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു പറമ്പിങ്ങനെ വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ നെറ്റ് അടിക്കണം. കണ്ടോ, അവിടെ നിങ്ങൾക്ക് കാണാം, അപ്പുറത്ത് ആറാണ്. അപ്പം ആറിലോട്ട് വീഴും പിള്ളേർ. ഇവിടെ ഇങ്ങനെ കെട്ടി വെക്കണം. ഇതിങ്ങനെ കെട്ടി വെച്ചില്ലെങ്കിൽ ഇൻ കേസ് പിള്ളേർ സൈക്കിൾ ഓടിക്കണം, കാൽ തെറ്റി വീണാൽ നേരെ പോകുന്നത് താഴോട്ടാണ്. അല്ലേ, സേഫല്ല. അപ്പം അതുകൊണ്ട് ഇത് ഇങ്ങനെ മഴ അധികം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നത്. മഴ പെയ്യുമ്പോൾ ഇവിടം വരെ വെള്ളം വരും. അപ്പം ഇവിടെ ഇത്രയും ഭാഗത്ത് നെറ്റ് കെട്ടിയാൽ മാത്രമേ നമുക്ക് പിള്ളേർക്ക് കളിക്കാൻ പറ്റുള്ളൂ. അപ്പം അതും കൂടെ ചെയ്യണമെന്ന് പറയുന്നുണ്ട് അവർ. 2-3 വീട്ടുകാരെല്ലാവരും കൂടെ ഒരുമിച്ചാണ് ചെയ്യുന്നത്. നിയറസ്റ്റ് ഉള്ള ഇത്രയും വലിയ ഒരു അത്യാവശ്യം വലിയ ഗ്രൗണ്ട് തന്നെയാണ്, കുഴപ്പമില്ല. ഇതൊന്ന് ഉറപ്പിക്കുകയും വേണം, അല്ലാതെ പിള്ളേർ ഒരു മഴ പെയ്യുമ്പോൾ ചിലപ്പം തൊളിയാവാൻ സാധ്യതയുണ്ട്. കണ്ടോ, ബാക്കി എല്ലാവരും ഇങ്ങനെ കാടാണ്. അപ്പോൾ കളിക്കാനായിട്ട് പിള്ളേർക്ക് ഒരു സ്ഥലവും ഇല്ല ഇവിടെ ആക്ച്വലി. അപ്പം അതിന് വേണ്ടിയിട്ട് ചെയ്തേക്കുന്നതാണ്. എന്താവും എന്നറിയില്ല. നെറ്റൊക്കെ ഇവിടെ കെട്ടിക്കഴിഞ്ഞാൽ കുറച്ചൊരു സേഫ്റ്റി കിട്ടും. പിന്നെ തീരെ പൊടി പിള്ളേരല്ല, എല്ലാവരും ഒരു 7-8 ഒക്കെ വയസ്സുള്ള പിള്ളേരാണ്. 7 to ഉള്ള പിള്ളേരാണ് എല്ലാവരും. അപ്പോൾ അങ്ങനെ വിചാരിച്ചിരിക്കുന്ന പിള്ളേർ എന്താ, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറുമ്പം അതിനനുസരിച്ച് നമ്മൾ നിന്നല്ല പറ്റുള്ളൂ. ദുബായിലൊക്കെ ആണെങ്കിൽ പാർക്കിലൊക്കെ പോയി കളിക്കാം. എറണാകുളത്താണെങ്കിലും കൊച്ചിയിലാണെങ്കിലും ഫ്ലാറ്റായിരുന്നപ്പം അവർ നല്ല സ്പേസ് ഉണ്ടായിരുന്നു, പാർക്കിംഗ് സ്പേസ് മീൻസ് കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ പ്ലേ ഗ്രൗണ്ടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊന്നും ഇല്ല. അപ്പോൾ പിള്ളേർക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി എപ്പം നോക്കിയാലും കളിച്ച് വീണ ഒരാൾ അവിടെ ഇരിക്കുക. പാവും, സാരമില്ല. നമ്മളും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ, കളിച്ചിട്ട് വീണിട്ട് എഴുന്നേൽക്കുക, അങ്ങനെയൊക്കെ തന്നെയല്ലേ നമ്മളും വളർന്നത്. സാരമില്ല അല്ലേ.